പോണ്ടേ മല കയറാൻ പോവാ എനിക്ക് അങ്ങനെ കാശി ഓണായി. കാശി മാത്രമല്ല അല്ലറ ചില്ലറ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങളും പോകാൻ റെഡിയായി. ദേ ഈ പെട്ടകത്തിലാണേ പോകുന്നത്. എങ്ങോട്ടാന്നല്ലേ? ഇവിടുന്ന് 2 കിലോമീറ്റർ മാത്രം ദൂരമുള്ള മഞ്ഞപ്പാറ വ്യൂ പോയിന്റിലേക്കാണ് യാത്ര. ഞങ്ങൾ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും അവിടെ മോർണിംഗ് ബ്യൂട്ടി ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് സമയത്തെ 5:30 ഇവിടുന്ന് ഒരു 5-10 മിനിറ്റ് ഡ്രൈവ് അങ്ങോട്ടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല, ഇവിടുത്തെ വഴി വളരെ മോശമാണ്. ഏതോ തലകുത്തി പറയുന്ന റൈഡ് കയറിയ അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. പോരാത്തതിന് ഇട്ടു. ഇതൊരു റോഡെന്ന് പറയാനൊന്നുമില്ല, കല്ലും മണ്ണും പാറയൊക്കെ നിറഞ്ഞൊരു വഴി, കാട് വെട്ടി തെളിച്ചിട്ടിരിക്കുന്നത് മാത്രം. ഈ മഞ്ഞപ്പാറ വ്യൂ പോയിൻ്റ് ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് അറിയപ്പെടാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലം ആയിട്ടുള്ളൂ കേട്ടോ. അതുവരെ ഈ പ്രദേശവാസികൾ ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത്. പിന്നെ ഇങ്ങോട്ടേക്ക് വീടുകളും വളരെ കുറവാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കുന്ന റോഡൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. എല്ലാ വണ്ടികളൊന്നും ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. വണ്ടീൻ്റെ അടി തട്ടി ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അധികം ആൾക്കാരും വണ്ടി അവിടെ വെച്ചിട്ട് നടന്നു വരാറാണ് പതിവ്. ഒരുപാടൊന്നുമില്ല, വണ്ടി വെച്ചൊരു 1 കിലോമീറ്റർ നടക്കാനുണ്ടാവും. എന്തായാലും ഇത്രയും ദൂരം കുറച്ച് ടാസ്ക് ആയിരുന്നേ. ആദ്യമായിട്ട് പോകുന്നവരാണെങ്കിൽ കണ്ണും കാണുന്നില്ല വഴിയും കാണുന്നില്ല, ഇത് ഏത് പാതാളാന്നേ തോന്നുള്ളൂ. കുറച്ച് നേരത്തെ റോഡ് എത്തിയപ്പോൾ മനസ്സിലായി സ്ഥലം ഏതാണ്ടൊക്കെ എത്താറായി എന്നുള്ളത്. ദേ അങ്ങനെ നമുക്ക് കയറേണ്ട മല കണ്ടു തുടങ്ങി. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് കയറേണ്ട മലയൊന്നും അല്ല, ഒരു 10-20 മിനിറ്റ് കയറാനുണ്ടാവും. ഇനി വണ്ടി അവിടെ വെച്ച് മുകളിലോട്ട് കയറാൻ പോവാണ്. എൻ്റെ കുട്ടിക്ക് ഇവനെ നേരത്തെ എണീപ്പിച്ചതിൻ്റെ വിഷമമൊന്നുമില്ല കേട്ടോ, ആൾ കയറുന്നുണ്ട്. നിറയെ പാറക്കെട്ടായതുകൊണ്ട് കാല് സ്ലിപ്പാവാനും നിരങ്ങി വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. സമയം 6 മണി കഴിഞ്ഞു. കുറേശ്ശൊക്കെ നേരം വെളുത്തു തുടങ്ങി. എങ്കിലും സൺറൈസ് ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. നവംബർ ഡിസംബറൊക്കെ ആകുമ്പോൾ ഇവിടെ നല്ല മഞ്ഞാണ്. ഇവിടെ മാത്രമല്ല എല്ലായിടത്തും മഞ്ഞായിരിക്കും, എന്നാലും ഇവിടെ കുറച്ചധികം മഞ്ഞുണ്ടാവും തോന്നുന്നു. ഇതൊന്നും ഓർക്കാതെയാണ് ഒരു സെറ്റർ പോലും എടുക്കാതെ ചാടി വന്നത്. കയറി പകുതിയായിട്ടേ ഉള്ളൂ, എങ്കിലും ഇവിടുന്ന് നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. വെളിച്ചം കൂടെ വന്നു തുടങ്ങിയപ്പോൾ കുറേശ്ശൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ നടന്ന് ഏകദേശം ടോപ്പിലെത്തി. നമ്മൾ കയറാൻ തുടങ്ങിയപ്പോൾ നല്ല ഇരുട്ടായിരുന്നു കേട്ടോ. അതാ മുകളിലെത്തിയപ്പോഴേക്കും നന്നായിട്ട് നേരം വെളുത്തിട്ടുണ്ട്. നമുക്ക് മുന്നേ വന്ന കുറച്ച് ചേട്ടന്മാരൊക്കെ അവിടെ ഉണ്ട്. അവർ ടെൻ്റൊക്കെ അടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അവരവിടെ സ്റ്റേ ആയിരിക്കുമെന്ന്. പക്ഷേ അല്ലാന്നാണ് പറഞ്ഞത്. നമ്മൾ വരുന്നതിന് കുറച്ച് മുമ്പ് എത്തിയിട്ടേ ഉള്ളൂ. ഇവിടെ അങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല. നേരത്തെ വന്ന് ഇതൊക്കെ കണ്ടുപോവാം. അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ. ഇതാണ് വയനാട്ടിലെ കടൽ എന്ന് പറയുന്നത്. ഈ കടലും ബീച്ചും ഒന്നും ഇല്ലാത്ത ഞങ്ങൾ വയനാട്ടുകാർക്ക് പ്രകൃതിയായിട്ട് ഒരുക്കി തന്ന ഒരു കടലാണിത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. നമ്മുടെ സ്വന്തം റിസ്കിൽ കയറി കാണുകയെന്നേ ഉള്ളൂ. അതായത് പ്രത്യേകിച്ച് അങ്ങനെ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ ഒരു കൈവരിയോ ഒന്നുമില്ല. ഓപ്പണായിട്ട് കിടക്കുന്ന പ്ലേസാണ്. അതുകൊണ്ട് അപകടം ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ഫ്രീസ് ആവുന്ന പോലെ തോന്നും. அடடா நீ ஒரு பார்வை பார்த்தாய், அழகாய் தான் ஒரு புன்னகை பூத்தாய், அடி நெஞ்சில் ஒரு மின்னல் வெட்டியது, அதிலே என் மனம் தெளியும் முன்னே அன்பே உந்தன் அழகு முகத்தை யார் வந்தென் நிலமார்பில் ஒட்டியது, புயல் வந்து போனதொரு வானமயானதடா என் உள்ளம், என் நெஞ்சில் உனது கரம் வைத்தால் என் நிலைமை அது சொல்லும், மனம் ஏங்குதே மனம் ஏங்குதே மீண்டும் காணா மனம் ஏங்குதே, அடடா நீ ஒரு பார்வை பார்த்தாய் அழகாய், புயல் வந்து போனதொரு வானமயானதடா என் உள்ளம், എൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ നിന്നാൽ സൺറൈസ് ഒന്നും കാണാൻ പറ്റില്ല. കാരണം സൂര്യനൊക്കെ എപ്പോഴോ എത്തിയിട്ടുണ്ട്. മഞ്ഞും മേഘവും മൂടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇനി ഇതൊക്കെ മെൽറ്റായി കഴിഞ്ഞൊരു 7 മണി 7:30 ആവുന്നതോടുകൂടി കാണാൻ പറ്റും. വേറെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമ്മളവിടുന്ന് മെല്ലെ ഒന്ന് മാറിക്കൊടുത്തു, എല്ലാവർക്കും കാണണമല്ലോ. പക്ഷെ വൈകുന്നേരം ഇങ്ങനെയല്ല, ഒരുപാട് പേരുണ്ടാവും. രാവിലെ ആയതുകൊണ്ടായിരിക്കണം ഇത്ര ആൾ കുറവെന്ന് വിചാരിക്കുന്നു. ഇതാണ് കണ്ടിട്ടും മതിയാവുന്നില്ല. അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് പക്ഷികളല്ലേ പറന്നു പോകുന്നത്. അടിപൊളി കാഴ്ചയാണേ. അവരോട് പാട്ടൊക്കെ അടിപൊളി വൈബാണ് കേട്ടോ.
എല്ലാവർക്കും ഒരേ മലയായിട്ട്. ചായയും ഗ്ലാസ്സൊക്കെ എടുത്തു, പക്ഷേ പഞ്ചസാര ഇട്ട് ഇറക്കാൻ സ്പൂൺ എടുത്തില്ല. അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ചു. ഇറങ്ങി ഇതേ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. കാശിയപ്പോഴേക്കും അടുത്തിട്ടുണ്ട്, ആൾ എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഇത് കുന്നിൻ്റെ താഴെയാണ്, ഇവിടെയാണ് നമ്മൾ വണ്ടി നിർത്തിയിടുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ വെളിച്ചമുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. ഒരിക്കലും ഈ റോഡ് കണ്ടിട്ട് തെറ്റിദ്ധരിക്കില്ല, ഇങ്ങനെയല്ല അങ്ങോട്ടുള്ള റോഡ്. കാണിച്ചു തരാം. ഞങ്ങളിതാ പോകാൻ റെഡിയായി. കാശി ടയർഡാണ്, അതിൻ്റെ വിഷമം എല്ലാം അവൻ്റെ മുഖത്തുണ്ട്. ഇതാണ് റോഡ്. ശരിക്കും കുന്ന് കയറുന്നതിനേക്കാൾ വലിയ അഡ്വഞ്ചർ ട്രിപ്പ് ഈ യാത്രയാണെന്നാണ് എനിക്ക് തോന്നിയത്. ഒരിക്കലും എനിക്ക് വണ്ടി കൊണ്ട് ഈ വഴിക്ക് വരാൻ പറ്റൂല, എപ്പോൾ തലകുത്തി വീണെന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ ഏതാണ്ടൊക്കെ മെയിൻ റോഡിലേക്ക് എത്താറായിട്ടുണ്ട്. ദേ അവിടെ കാണുന്ന അവിടെയാണ് വണ്ടികൾ വെച്ചിട്ട് ആൾക്കാർ നടന്നു വരുന്നത്, കാരണം അങ്ങോട്ട് വണ്ടി പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്. അപ്പോൾ ഇതാണ് അമ്പലവയൽ വടുവഞ്ചാൽ റോഡ്.